കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ കുട്ടിയുടെ ദോഷങ്ങൾ ഇനിയും മാറുന്നില്ലല്ലോ അച്ഛ. മുത്തശ്ശൻ എന്തിനാ അമ്മയോട് ഇതൊക്കെ പറയാൻ പോയത്? ഒളിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? പരിഹാരം കാണുക വേണ്ടത്. അത് ഉടനെ വേണോ അച്ഛ? എന്റെ മോന്റെ ജീവൻ എടുക്കാൻ ആരും ഉണ്ട്. അമ്മ ഇങ്ങനെ വിഡ്ഢിത്തരങ്ങളൊന്നും വിളിച്ചു പറയാതെ. എനിക്ക് ആരാമേ ശത്രുക്കള്? പിന്നെ ഞാൻ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. സത്യത്തിൽ മുരുകൻ ചേട്ടന്റെ മുകളിലേക്ക് അത് വന്ന് വീഴാൻ പോയത്. അയാളെ രക്ഷിച്ച കൂട്ടത്തില എനിക്കിത് പറ്റിയത്. ഇതൊരടയാളോ മോനെ? നിന്റെ രക്തം വീഴാൻ ആരോ ആഗ്രഹിച്ചതിന്റെ അടയാളപ്പെടുത്ത. മൊത്തത്തിൽ അടുത്തിടെയായി ഓരോ പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നടന്നത് അതിന്റെ ഏറ്റവും വലിയ മുന്നറിയിപ്പ്. ഇത് നമ്മൾ മുഖവലിക്കെടുത്തില്ലെങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരും. ഇനി ആലോചിക്കാനൊന്നുമില്ല. ശാസ്ത്രികളെ ഉടനെ വിളിച്ചു വരുത്തണം. വേണോ അച്ഛ? ജാതകക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരമായിട്ടില്ല. അതിന്റെ സൂചനകളാണ് ഞാനിപ്പോഴും കാണുന്നത്. ദോഷങ്ങളിൽ പ്രധാനം മരണഭീതി. അതിപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ല. ശത്രുപക്ഷത്ത് പ്രബലർ വർദ്ധിച്ചിട്ടുള്ളതായി കാണുന്നു. ജാതകക്കാരന്റെ ഏറ്റവും മോശപ്പെട്ട സമയമാണിത്. മാതൃപക്ഷത്തും മരണഭീതി ഗ്രസിച്ച് കാണുന്നുണ്ട്. ജലം, വായു, ഏതു വഴിയും ആപത്ത് വരാം. സൂക്ഷിക്കുക. അതെ, ഞാനൊരു പൂജ പറഞ്ഞിരുന്നില്ലേ? 21 ദിവസത്തെ ചണ്ഡികാ പൂജ പെരുവണ്ണാപുരത്തെ ദേവീക്ഷേത്രത്തില്. ആ പൂജകൾ യഥാവിധി ചെയ്തു ശാസ്ത്രികളെ? അല്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പൂജയില് ജാതകക്കാരന് സുരക്ഷ ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ ദേവി എന്തിച്ഛിച്ചോ അതുപോലെയല്ല കാര്യങ്ങൾ നീങ്ങിയത്. തടസ്സം വല്ലതും? പൂജ പൂർത്തിയായ ദിവസം തന്നെ വിഘ്നങ്ങൾ സംഭവിച്ചതായി കാണുന്നു. അമ്മ മഹാമായ അതില് അസംതൃപ്തയാണ്. ദേവി എന്തിനു വേണ്ടി സുരക്ഷ ഒരുക്കിയോ അതിന് പാളിച്ച വന്നിരിക്കുന്നു. കാവലായി നിൽക്കേണ്ട ദേവത രക്ഷാസ്ഥാനത്ത് നിന്ന് സ്വമേധയാ അകന്നുപോയി. ശാസ്ത്രികള് പ്രതിവിധികള് പറഞ്ഞാലും അത് മൃത്യുഞ്ജയ ഹോമം. വീട്ടിൽ വെച്ച് തന്നെ ഹോമം നടത്തണം. ചെയ്യാം ശാസ്ത്രികളെ, വിശദമാക്കിയാലും. ഹോമം നടക്കുമ്പോ ജാതകക്കാരന്റെ വാമഭാഗത്ത് രക്ഷാദേവത കുടികൊള്ളണം. എന്ന് വെച്ചാല് ഭാര്യ അടുത്തുണ്ടാവണം. ഹോമം അവസാനിക്കും വരെ ഭാര്യ അവിടെ നിന്ന് ചലിക്കാൻ പാടില്ല. അത് ചെയ്യാം ശാസ്ത്രികളെ. ഏതായാലും മുക്കാടൻ തിരുമേനിയെ ചെന്ന് കണ്ടോളൂ. വിശദമായ കുറി ഞാൻ തരാം. ഹോമം മുക്കാടൻ തിരുമേനി തന്നെ ചെയ്യട്ടെ. ചെയ്യാം ശാസ്ത്രികളെ. ആ അമ്മേ മഹാമണി. എന്താ കവിതേ? വർക്ക് സൈറ്റിൽ വെച്ച് സഞ്ജുവിന്റെ കയ്യില് ചെറിയൊരു മുറിവ് പറ്റി. ആക്സിഡന്റ് വല്ലതും ആണോ? അല്ലെന്നേ, പേടിക്കാൻ മാത്രമൊന്നുമില്ല. അതില് വലിയ ദോഷം കണ്ട് ശാസ്ത്രികളെ വിളിച്ചു വരുത്തി പ്രശ്നം നോക്കൂ. ഇവിടെ ആ നോക്കട്ടെ. അതല്ല വിഷയം. സഞ്ജുവിന്റെ ഭാര്യ കൂടെ വീട്ടിൽ നടക്കാൻ പോകുന്ന ചടങ്ങിൽ ആദ്യ അവസാനം പങ്കെടുക്കണമെന്നാ ശാസ്ത്രികൾ പറയുന്നത്. ഭാര്യയോ? അവന്റെ കല്യാണം കഴിഞ്ഞു നോക്കിയാ അയാൾ തട്ടിവിട്ടെന്ന്. വിവാഹ നിശ്ചയം അയാള് കല്യാണമായിട്ട് തെറ്റിദ്ധരിച്ചായിരിക്കും. നീ എന്തിനാ ഇത്ര ആവേശം കാണിക്കുന്നത്? അതാദ്യം പറ. കല്യാണം കഴിയുന്നതിന് മുമ്പ് ഭാര്യയുടെ വേഷവും കെട്ടി ശ്രീകുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയായ കാര്യമല്ല. രാത്രിയില പൂജയും ഹോമൊക്കെ നടത്തുന്നത്. പിന്നെ കല്യാണത്തിന് എന്താ പ്രസക്തിയുള്ളത്? വല്യച്ഛ അവളെ ഇങ്ങോട്ട് അയക്കണ്ട. നിന്റെ പറച്ചില് കേട്ടാൽ അതവൾക്ക് അന്യ വീടാണെന്ന് തോന്നുമല്ലോ. അതെ, എന്റെ കൂടി തറവാട്. എന്റെ മോൾ അവിടെ ഒരു രാത്രി വന്ന് നിൽക്കുന്നതില് ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. അതുമാത്രമല്ല, സഞ്ജുവിന്റെ ദോഷങ്ങൾ മാറ്റാൻ നടത്തുന്ന പൂജയല്ലേ? അത് മാറിക്കിട്ടേണ്ടത് എന്റെ കൂടി ആവശ്യമാ കവിതേ.
അമ്മ വിളിച്ച ഞാൻ അവളെ അങ്ങോട്ടേക്ക് അയക്കും. ആ അതൊക്കെ വലിയച്ചിയുടെ ഇഷ്ടം. ശ്രീദേവി മുൻകൈയെടുത്ത് നടത്തുന്ന പൂജ ആയതുകൊണ്ടാ ഞാനത് പറഞ്ഞത്. അവൾ അവളുടെ മകന് വേണ്ടി നടത്തുന്ന പൂജ വലിയച്ചിക്ക് ശരിയെന്ന് തോന്നുന്ന പോലെ ചെയ്യും. ഇപ്പോഴും വിവേകബുദ്ധി കവിതയുടെ തലയിൽ ഉദിച്ചിട്ടില്ല. അവന്റെ അമ്മ ഇരിക്കേണ്ട സ്ഥാനത്താ എന്റെ മോളിരിക്കാൻ പോകുന്നത്. എല്ലാത്തിനും പരിഹാരമായെന്ന് പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയല്ല. ശാസ്ത്രികൾ പറഞ്ഞ പ്രകാരം നമ്മൾ എല്ലാ പൂജകളും യഥാവിധ ചെയ്തതല്ലേ അച്ഛ? അതിന്റെ അനുഗ്രഹം കൊണ്ടാവാം ഇവൻ തലനാരിക്ക് രക്ഷപ്പെട്ടത്. പക്ഷേ ദോഷസ്ഥാനത്തിന് മാറ്റം വന്നിട്ടില്ല. എന്തായാലും കുടുംബത്തിൽ പൂജ നടത്തിയേ തീരൂ. ഇതിലെങ്കിലും പ്രശ്നങ്ങൾ തീർന്നു കിട്ടണം. കലാശ പൂജയ്ക്ക് സമയമായിട്ടില്ലമ്മേ. സഞ്ജു, എതിർത്തൊന്നും പറയരുത്. ഇതേപ്പറ്റി ഞാൻ ഒരു അഭിപ്രായം പറയുന്നില്ല. എല്ലാം മുത്തശ്ശൻ തീരുമാനിക്കുന്ന പോലെ നടക്കട്ടെ. ശാസ്ത്രികൾ ഒരു വെളിപാട് നടത്തിയത് നിങ്ങൾ എല്ലാവരും മറന്നോ? എനിക്കിതൊക്കെ കേട്ടിട്ടേ ചിരിയാ വന്നത്. ചിരിക്കാൻ മാത്രം ശാസ്ത്രികൾ എന്താ പറഞ്ഞത്? സഞ്ജുന് ഭാര്യ ഉണ്ടെന്നല്ലേ ശാസ്ത്രികൾ തട്ടിവിട്ടത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എങ്ങനെ ചിരിക്കാതിരിക്കും? അതുമാത്രമല്ല, ഹോമം നടക്കുമ്പോ അവന്റെ ഭാര്യ കൂടി ഉണ്ടാവണമെന്ന് ശാസ്ത്രികൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളറിയാതെ ഇവൻ ബാംഗ്ലൂർ പഠിക്കുന്ന കാലത്ത് വല്ല പ്രശ്നത്തിലും ചെന്ന് പെട്ടോ? ആ തന്തയുടെ മോന. ശാസ്ത്രികൾ അങ്ങനെ പറയാൻ എന്താ അച്ഛാ കാരണം? നിങ്ങൾക്കാർക്കും അത് മനസ്സിലായില്ലേ? വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പകുതി കല്യാണം കഴിഞ്ഞതിന് തുല്യമാണ്. ശാസ്ത്രികൾ ഉദ്ദേശിച്ചോ തന്നെ. മോതിര കൈമാറ്റം കഴിഞ്ഞതോടെ അവർ പകുതി ഭാര്യാഭർത്താക്കന്മാരായി ജോത്സ്യവിധി പരിഗണിച്ചതാവും. അപ്പൊ പിന്നെ ശ്രീകുട്ടി പൂജ അടക്കുമ്പോ വരേണ്ടതല്ലേ? ഭാര്യയുടെ സ്ഥാനത്തിരിക്കാൻ അവളല്ലാതെ മറ്റാര് വരാന്? അവളെ കൊണ്ടുവരണം. നീ കാഞ്ചനെ വിളിച്ച് വിവരം അറിയിച്ചേക്ക് കവിത. നാളെ രാവിലെ തന്നെ ഹോമം നടത്തണം. ഇത് സഞ്ജുവിന് വേണ്ടി മാത്രം ഉള്ളതല്ല, ശ്രീകുട്ടിക്കും വേണ്ടിയാ. അതും കൂടി നീ ബോധ്യപ്പെടുത്തണം. അവളുടെ പ്രാർത്ഥനയാ ദൈവം കേൾക്കാൻ പോകുന്നത്. അത് തന്നെ. അതൊരു കല്യാണ നാടകമായിട്ട് ഞാൻ കണ്ടു. ഒരു ജീവിതം രക്ഷിക്കാൻ നടത്തിയ രക്ഷാപ്രവർത്തനം. പക്ഷേ ജോത്സ്യ വിധി പറയുന്നത് അത് ശരിക്കും ഒരു കല്യാണമാണെന്നാ. പൂജയ്ക്ക് ബലം കിട്ടണമെങ്കിൽ ഹോമം നടക്കുമ്പോ വാമഭാഗത്തിരിക്കേണ്ടത് ആരാ? സ്വാതിയോ ലച്ചുവോ? അർജുനായിട്ട് എന്തായി നോക്കുന്നത്? ഗ്യാസിന്റെ മരുന്നും എവിടെ വെച്ചിരിക്കുന്നേ? അമ്മ ഗ്യാസ് കയറി പടയാ. അത് ഞാൻ എടുത്തു തരാം. പെട്ടെന്നാവട്ടെ. ശ്രീജടത്തി, മുത്തശ്ശിയുടേത് ഒരു സ്വാഭാവിക മരണമല്ല. പക്ഷെ നമ്മൾ ആരെ സംശയിക്കും? രാത്രി അർജുനേട്ടനെ മുത്തശ്ശിയുടെ മുറി വെച്ച് നമ്മൾ കണ്ടതല്ലേ? അതമ്മയ്ക്ക് ഗ്യാസിന്റെ മരുന്നെടുക്കാനല്ലേ? അതിൽ കള്ളത്തരമൊന്നുമില്ല. നീ അർജുനേട്ടനെ സംശയിക്കല്ലേ അനിയ? ഞങ്ങൾക്കൊപ്പം അർജുനേട്ടൻ കിടന്നത് തന്നെ. അല്ലെങ്കിൽ തന്നെ അർജുനേട്ടന് മുത്തശ്ശി ഇല്ലാതാക്കിയിട്ട് എന്ത് നേടാനാ? അർജുനേട്ടൻ മനസ്സിൽ പോലും ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കില്ല. ലച്ചു,
ഈ വീട്ടിൽ രണ്ടാമത് വരാനുള്ള കാരണം മുത്തശ്ശിയുടെ മരണമാണ്. അത് ശ്രീജേടത്തി മറന്നു കളയരുത്. എന്റെ കുട്ടിയുടെ പേരിലുള്ള സ്വത്ത് എവിടെ നിന്നോ വന്ന ഒട്ടി ഇവൻ വിൽക്കുമെന്നോ? എങ്കിലും എനിക്കൊന്നും അറിയണല്ലോ. त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव वर्धनात् मृत्योर्मुष्टीयमामृतात्। ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव वर्धनात् मृत्योर्मुष्टीयमामृतात्। ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव वर्धनात् मृत्योर्मुष्टीयमामृतात्। ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् എന്താ കവിതേ, പൂജ കഴിഞ്ഞോ? ഏതാണ്ട് കഴിയാറായി. തുടങ്ങിയിട്ട് 2-3 മണിക്കൂറായല്ലോ. പ്രബേട്ടനും ശ്രീകുട്ടിയും വന്ന നിലയ്ക്ക് വല്യേച്ചി കൂടെ വരേണ്ടതായിരുന്നു. ശ്രീദേവി ഇല്ലേ മാതൃപക്ഷത്ത് വിരിയിട്ടിരിക്കാൻ? അവരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന പൂജയിൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാലും ഈ കാഞ്ചന വരില്ലടി. അതിന് കാഞ്ചന ഒന്നല്ല 7 ജന്മം നീന്തി കടക്കണം. അവൾ എത്ര നേരം ഇരിക്കാനാ വല്യേച്ചി? പുകയടിച്ചതോടുകൂടി അവൾ ഓടിപ്പോയി. ഹാ, ഇപ്പൊ മോളിൽ പോയിരുന്ന് ശ്വാസത്തിന് വേണ്ടി വലിക്കുന്നുണ്ടോ? പൂജ കഴിഞ്ഞ പ്രഭേട്ടന്റെ കൂടെ ശ്രീകുട്ടിയും കൂടി ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ അറിയിച്ചതായിട്ട് അവളോട് പറയണം. ഇപ്പൊ അവക്ക് ശ്രീദേവിയോട് അടുപ്പം വന്നിരിക്കേ. ഞാൻ പറയാം. അമ്മേ, 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 പുകയടിച്ചപ്പോ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായതായിരിക്കും. അമ്മേ, അമ്മേ, സഞ്ജു വേഗം ഡോക്ടറെ വിളിക്കേ. ചെല്ല് സഞ്ജു, ഞാൻ നോക്കിക്കോളാം. ഒന്ന് നോക്കി. അമ്മേ, 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 പോട്ടെ പോട്ടെ. നമസ്കാരം. നമസ്കാരം. ഹോമം ശുഭമായി പര്യവസാനിച്ചതിൽ സന്തോഷമുണ്ട്. അവന്റെ സമയദോഷം ഒന്ന് മാറിക്കിട്ടിയാ മതി തിരുമേനി. ഇതൊക്കെ പരീക്ഷണങ്ങളാ. അതില്ലാതാക്കാൻ പൂജകൾ കൊണ്ടൊന്നും സാധിക്കില്ല. ദേവനെ തൃപ്തിപ്പെടുത്തി കാഠിന്യം കുറയ്ക്കാമെന്ന് മാത്രം. അതെ തിരുമേനി. എന്നുവെച്ചാ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തേ കൊള്ളൂ. സാക്ഷാൽ പരമശിവനെ പോലും ശനി ബാധിച്ചില്ലേ, പിന്നെയാണോ നമ്മൾ? എന്നാൽ രാത്രി യാത്രയില്ല. നടന്നോളൂ. ദിനേശ വന്നേ. വീണ്ടും രോഗം വരുത്തി വെച്ചല്ലേ? സോറി ഡോക്ടർ, ഒരു പൂജ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്തത്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ സഞ്ജയ്? അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ എഴുതി തന്ന ടാബ്ലറ്റ് കൊടുക്കണം.
മറ്റു മെഡിസിൻസും തുടരണം. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഈ മുറി വിട്ട് പുറത്തു പോകരുത്. സഞ്ജയ് ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കി. അതിന് കഴിഞ്ഞില്ല ഡോക്ടർ, ശ്രമിക്കുന്നുണ്ട്. അക്കാര്യം സീരിയസ് ആയിട്ടൊന്ന് ആലോചിക്കും. 2 ആഴ്ചത്തേക്കെങ്കിലും സഹായത്തിന് ഒരാൾ അത്യാവശ്യമാണ്. അസുഖം വരുമ്പോഴൊക്കെ ഹെവി ഡോസ് മരുന്ന് കൊടുത്ത് രോഗം കുറയ്ക്കുകയല്ല വേണ്ടത്, രോഗം വരാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തെങ്കിലേ നോർമൽ സ്റ്റേജിൽ പേഷ്യന്റിനെ കൊണ്ടുവരാൻ പറ്റൂ. ശരി. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി ഡോക്ടർ. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സഞ്ജു മുംബൈക്ക് പോകുമെന്ന്. ഡോക്ടറുടെ മുന്നിൽ കുറ്റബോധം കൊണ്ട് തല കുനിഞ്ഞുപോയി. അമ്മയെ കെയർ ചെയ്യണമെന്ന് ഡോക്ടർ ഉപദേശിച്ചതാ. അമ്മയെ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഞാൻ എങ്ങനെയാ ഒരു മകനാകുന്ന? ഇതിപ്പോ ആരുടെയും തെറ്റല്ലല്ലോ. നാളെയാ മുംബൈയിലെ ഫൈനൽ മീറ്റിംഗ്. അങ്കിൾ അതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. അമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ എങ്ങനെ പോവും അങ്കിൾ? ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. സഞ്ജു നാളെ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കെട്ടിവെച്ച തുക മുഴുവനും പോവും. ചെറിയ തുകയൊന്നുമല്ല, 30 കോടിയാ അഡ്വാൻസ് തുക. ഇപ്പൊ എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് വലുത് എന്റെ അമ്മയാ. സ്വാതി, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോട്ടെ. ഇവൻ ഇങ്ങനെ വാശി പിടിച്ചാൽ എന്ത് ചെയ്യും പ്രവേട്ട? ഞാനോ കവിതയോ പോയാൽ നടക്കുന്ന കാര്യമല്ല. എനിക്കെന്തു പറയാൻ കഴിയും? അവൻ തീരുമാനിച്ചതേ നടക്കൂ. മോളെ, നമുക്കിറങ്ങാം, സമയം കുറേയായി. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. സഞ്ജുവിനെ മുംബൈയിലേക്ക് പറഞ്ഞയച്ചേ തീരൂ. രാത്രി ഏറെയായി, മോൻ പോയി കിടന്നോ? ടാബ്ലറ്റ് തന്നിട്ട് ഞാൻ പോവാം. നിങ്ങളിതുവരെ പോയില്ലേ? അമ്മയെ കാണാതെ എങ്ങനെ പോവാനാ? അമ്മയ്ക്ക് നല്ല സുഖമായി മോളെ. വേണ്ട, ഞാൻ എടുക്കാം. അതങ്ങ് വെച്ചേക്ക് മോനെ. ദാമേ. അയ്യോ അയ്യോ അമ്മേ. സഞ്ജു ഒന്ന് മാറിക്കേ, മാറിക്കേ. അമ്മേ. അമ്മേ. ഇങ്ങതാ, ഞാൻ കുടിപ്പിച്ചു തരാം. മതി മോളെ. വലിയ സീനൊന്ന് കാണണം. മതി മതി. നിക്ക് ഞാൻ ചെയ്യാം. എനിക്കിതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായില്ല ദൈവമേ. ഇതെനിക്ക് വന്ന ഭാഗ്യമല്ലേ. ഒരു കണക്കിന് എനിക്ക് ഈ അസുഖം വന്നത് എന്റെ മോളുടെ ഇഷ്ടം കിട്ടാനാവും. അമ്മയ്ക്ക് സന്തോഷായി മോളെ. ഇവൾക്ക് കിട്ടിയിരിക്കുന്നത് വലിയച്ചയുടെ സ്വഭാവമല്ല, പ്രബേട്ടന്റെ സ്വഭാവമാണ്. എടോ ചെല്ല്, പ്രഭയങ്ങൾ നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി ടെൻഷൻ ഒന്നും വേണ്ട സഞ്ജു, അമ്മ ഇപ്പൊ ഓക്കെയാ. അവൾ ഇനി 1-2 പറഞ്ഞു നിൽക്കും. കാഞ്ചന നിങ്ങളെയും കാത്തിരിപ്പുണ്ടാവും. മോൻ അവരെ യാത്രയാക്കിയിട്ട് വാ. ചെല്ലു മോളെ. വാ. നല്ല കുട്ടിയായിട്ട് ഉറങ്ങിക്കോ. ഞാൻ നാളെ രാവിലെ വരാം. ശരി മോളെ, ചെല്ല്. ഈശ്വര, കാഞ്ചനെ പോലെ ആയിരുന്നു അവളെങ്കിലും. എന്റെ മോന്റെ ഭാഗ്യം നന്നായിരിക്കട്ടെ. വിഷമമൊക്കെ പോയോ? നീ അരികിലുണ്ടെങ്കിൽ എന്റെ ഏത് വിഷമവും മഞ്ഞ പോലെ അരിയില്ലേ? ഒന്നുകൂടി കാണാനാ ഞാൻ വീണ്ടും കയറി വന്നത്. ഞാനും ആഗ്രഹിച്ചു.
Thank you.